എത്ര ദിവസമായി മമ്മിയെ കണ്ടിട്ട് ഐ റിയലി മിസ്ഡ് യു. പെണ്ണ് കെട്ടാറായല്ലോടാ, എന്നിട്ടാണ് അമ്മയെ മിസ് ചെയ്യണമെന്ന് കുട്ടികളെ പറയണത്. എന്നങ്ങ് കെട്ടിയാലോ മമ്മി? കൈ മാറ്റടാ. മുട്ടേന്ന് വിരുന്നതിന് മുമ്പ് അവന്റെ പൂതി കൊള്ളാലോ. എന്നെ സോപ്പിടാനൊന്നും വരണ്ടാട്ടാ. ഇത് കൊള്ളാം. പെണ്ണ് കെട്ടാതായെന്ന് പറഞ്ഞ് വെറുതെ ചെറുക്കനെ മോഹിപ്പിച്ചിട്ട് അവസാനം വാക്ക് മാറുന്നല്ലേ? അത് പിന്നെ ഞാനങ്ങനെ പലതും പറഞ്ഞു വന്നിരിക്കും. ദാനുവേ, മനസ്സിലായല്ലോ, എന്റെ മമ്മിയെ വിശ്വസിക്കണ്ടാന്നർത്ഥം. ദേ, പൊക്കം വെച്ചൊന്നും ഞാൻ നോക്കില്ലേട്ടാ. രണ്ടിനും നല്ല പെടയാ കിട്ടും. ഈ അമ്മമാരുടെ മനസ്സിലേ എപ്പോഴാ നമ്മൾ കുട്ടികൾ എപ്പോഴാ നമ്മൾ വലിയവരാവുന്നതെന്ന് ജമ്മത്ത് പിടികിട്ടത്തില്ല. കൺഫ്യൂഷൻ ആക്കി കളയും. നിന്റെ അപ്പൂപ്പൻ വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ട് പോട്രാ. ആ, പെട്ടെന്ന് പറയുന്നതാ നല്ലത്. ആ പൂച്ചെടിയുടെ ഇടയിൽ എന്തൊക്കെയോ ഒരനക്കം കാണുന്നുണ്ട്. ഈശ്വര, വല്ല പാമ്പു ആണോ ആവോ? വിഷത്തിന്റെ കാര്യമാണെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലല്ലേ, പിന്നെ എന്തിനാ മമ്മി പേടിക്കുന്നേ? സ്വന്തം അപ്പൂപ്പനെ പറ്റിയിട്ടാണ് ഇവനീ പറയണത്. എന്നാലും പറഞ്ഞാലും വാസ്തുള്ളോണ്ട് വഴക്ക് പറയാനും വയ്യ. പിന്നെ ഞാൻ പറയാൻ വന്നതേ, ആ ഡോക്ടർ മനോജിനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ, അത് മറന്നോ? ഓ, അത് ശരിയാണല്ലോ. അപ്പൂപ്പന് ശരിക്കും അസുഖം ഉണ്ടോന്ന് ചോദിക്കാൻ മറന്നുപോയി ഇല്ലേ? അതെ അതെ, ഇനി അഭിനയിച്ച നമ്മൾ സെന്റിമെന്റ്സിൽ വീണ് പോവരുതല്ലോ. ഇത് അഭിനയമാണെങ്കിൽ ശരിക്കും അപ്പൂപ്പൻ എന്തെങ്കിലും ആവുമ്പോ നമ്മൾ വിശ്വസിക്കുവോ ആവോ? പുലി വരുന്നേ പുലി എന്ന് പറയുന്ന സ്ഥിതിയായി മാറും. അങ്ങനെ ആവണം, അതാണ് എൻ്റെ ആഗ്രഹം. അവിടെ ഉള്ളത് അപ്പൂപ്പൻ തന്നെയാ. നമ്മൾ പറയുന്ന കേൾക്കാൻ പറ്റാട്ടുണ്ടാവും. ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരു സംഭാഷണം? അച്ഛൻ പേടിപ്പിച്ചല്ലോ. ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞേയില്ലേട്ടാ. അത് ഞങ്ങള് ഈ ഡൽഹിയില് കാലാവസ്ഥയെ കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. അവിടുത്തെ കാലാവസ്ഥക്ക് എന്താ കുഴപ്പം? അങ്ങനെ ചോദിച്ചാൽ ഒരു കുഴപ്പമേ ഉള്ളൂ. വേണ്ടാത്ത സമയത്ത് വേണ്ടാത്തടുത്ത് എപ്പോഴും കയറി ചെല്ലും. അല്ല, ആരെ പറ്റി പറയണത്? ഡൽഹിയിലെ കാലാവസ്ഥയെ കുറിച്ചല്ലേ? അതെ അതെ, മഴയുടെ കാര്യം പറയായിരുന്നു അവൻ. അല്ലേടാ ഇച്ചുമോനെ? ഓ, അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയിട്ടാ. അപ്പൂപ്പൻ എന്തിനാ പേടിച്ചത്? വലിഞ്ഞു കയറി ഡൽഹി ചെല്ലാറില്ലല്ലോ, ഇവിടെയല്ലേ വരാറുള്ളൂ. ഇവിടെ നിന്ന് അപ്പൂപ്പൻ കിളച്ചു മുളച്ച് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും സ്ഥലം വിട്ടുകളയാം. എത്ര നാളെ ഞാൻ മമ്മിയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പുച്ചീനെ കുടിച്ചിട്ടെന്നറിയാവോ? ശരിയാണല്ലോ, ഡൽഹിയിൽ വെച്ച് ഞാനത് എപ്പോഴും ഓർക്കൂട്ടാ. എന്റെ കുട്ടിക്ക് എന്റെ കോഫി മിസ് ചെയ്യുന്നുണ്ടാവുന്നു. ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാൻ വായോ? പോയോ? എടാ മോനെ, നീ അവിടെ നിക്ക്. ഇവിടെ 2 മോന്മാരുണ്ട്. ഏത് മോനാണ്? നീ തന്നെ, അന്നുമോൻ. എനിക്ക് ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. ഈശാനുള്ള എന്തെങ്കിലും പാരയായിരിക്കും. എന്റെ അപ്പൂപ്പ. അതെ, നമ്മുടെ ഇച്ചുമോനെ കോളേജിൽ എങ്ങനെയാണ് മറ്റു വിഷയങ്ങൾക്ക്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? അപ്പൂപ്പന്റെ തലയില്ലേ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അതല്ല, ഈ പെൺ വിഷയത്തില്. ശേ, അവൻ അത്ര വൃത്തികെട്ടവനൊന്നുമല്ല. അതും അല്ലെന്ന് ഈ ചെക്കന് മനസ്സിലാവണമില്ല. ഈ ഏതെങ്കിലും ഒക്കെ ഒരു ചുറ്റിക്കളി, ചുറ്റാനും കളിക്കാനും ഒക്കെ അവൻ സ്കൂൾ കുട്ടിയാണോ? ഓ, ഇനി പച്ചയ്ക്ക് അങ്ങോട്ട് ചോദിക്കാം, വല്ല കുട്ടികളുമായിട്ട് ലൈൻ ഉണ്ടോന്ന്? ഇല്ലാന്ന് പറഞ്ഞാല് അയാൾ കോളേജ് ജീവൻ അന്വേഷിക്കുമായിരിക്കുമോ? എന്നാ പനി പാലും. അത് വേണ്ട. അങ്ങനെയൊക്കെ ചോദിച്ച അപ്പൂപ്പ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാൻ. എങ്ങനെ വിറ്റു പറയാനാ? ഓ, നീ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആവുന്നുള്ളൂ, ഞാൻ അപ്പൂപ്പനല്ലേ, അപ്പൊ എന്തും തുറന്ന് പറയാട്ടാ. എന്നാലും പറയട മോനെ, പേരെന്താ കുട്ടിയുടെ? വേണ്ട അപ്പൂപ്പ, ഇഷാൻ എന്നെ വഴക്കു പറയും. അതെന്നോട് പറഞ്ഞു എന്ന് അവൻ അറിഞ്ഞാലല്ലേ ഉള്ളൂ കുഴപ്പം, ഞാൻ പറയില്ല. എന്നാലും വെരി സോറി അപ്പൂപ്പ, അനഘയുടെ പേര് പറയില്ലെന്ന് ഞാൻ അവനോട് സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയില്ല. ഓ, അന്ന് അവന്റെ ഫോണിൽ 10 വട്ടം വിളിച്ച കുട്ടി, ഞാൻ അത് തന്നെ ഊഹിച്ചു. നീയായിട്ട് തന്നെ ആ പേരറിയാതെ അങ്ങ് പറഞ്ഞു പോയല്ലോ മണ്ടൻ അന്നു മോനെ. എന്നെ മണ്ടനാക്കിന്ന് വിചാരിച്ചുള്ള ഇലി കാണാൻ നല്ല രസം. അപ്പൂപ്പനെ വിറ്റ കാശ് എന്റെ പോക്കറ്റിലുണ്ടെന്നുള്ളത് അപ്പൂപ്പൻ അറിയില്ലല്ലോ. ഞാൻ പൊയ്ക്കോട്ടെ അപ്പൂപ്പ? മോൻ പേര് പറയാത്തോണ്ട് അപ്പൂപ്പന് നല്ല വിഷമമുണ്ട്, എന്നാലും പൊയ്ക്കോളൂ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്താ, മുടിഞ്ഞ അഭിനയാണല്ലോ. പറയാൻ പറ്റാത്തതിൽ എനിക്കും വിഷമമുണ്ട് അപ്പൂപ്പ. എന്നാലും വരട്ടെ. ഈ മണ്ടനെ കൊണ്ട് ഇനി ആവശ്യങ്ങൾ ഉണ്ടാവും. അല്ലിതാര അശ്വിന് എന്തു പറ്റി ഒറ്റയ്ക്കൊക്കെ നടക്കാനിറങ്ങിയത്? നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, സ്നേഹ എന്നെ തേച്ചിട്ട് പോയി. കാര്യങ്ങള് വളച്ചടിക്കാൻ പണ്ടേ നീ മിടുക്കനാണല്ലോ. സ്നേഹം നിന്നെ തേച്ചതാണോ അതോ നീ സ്നേഹയെ തേച്ചതോ? ഒന്ന് ചുമ്മാ തിരിയാനെന്നെ. നമ്മളിപ്പോ അത് ചോദിക്കേണ്ട കാര്യം എന്താ? തോന്നിയാസം ചെയ്ത പിന്നെ ആളുകൾ ചോദിക്കില്ലേ, ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കണം. നിങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയോണ്ടാവും ശരിയായ ഓറഞ്ച് ആരാണെന്ന് പറയാത്തത്. ശരിക്കുള്ള ഓറഞ്ചിനെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണെന്ന് അനന്യ ചേച്ചി കുര്യനാണോ ഓറഞ്ച് എന്ന് പറയട്ടെ എന്ന് ബിജുവേട്ടനോട് ചോദിച്ചത്? അത് നീ എങ്ങനെ അറിഞ്ഞു? ബിജുവേട്ടൻ തന്നെ പറഞ്ഞതാണ്. എന്തിനെങ്ങനെ നോണ പറയണത്? നീ നിക്ക്, ഞാൻ ചോദിക്കാം. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. വിശ്വസിക്കാം. ബിജുവേട്ടൻ എല്ലാം തുറന്നു പറഞ്ഞു കാണുമല്ലോ. എന്താ പറഞ്ഞത്? അങ്ങനെ ചോദിക്കൂ. ബിജുവേട്ടൻ പറഞ്ഞതേ, ദേ ഈ നിൽക്കുന്ന അനന്യാണ് ഒറിജിനൽ ഓറഞ്ച് എന്നാണ്.
എന്നാ കേട്ടോളൂ, ഓറഞ്ച് ആരാണെന്ന് ബിജുവേട്ടൻ ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങളുടെ കാര്യത്തിൽ ബിജുവേട്ടൻ ഇടപെടില്ല. നിന്നോടത് പറഞ്ഞത് വേറെ ആരോ ആണ്. അതാരാണെന്ന് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ആ എന്നാ പോയി കണ്ടുപിടിച്ചോളൂ. പക്ഷെ രണ്ടുപേരും ചെവിന്ന് വിളിക്കോ, നിങ്ങൾ കള്ളം പറയുന്നതാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. പോടാ, നീ പോയി തെളിയിക്കടാ. അനന്യ ഇപ്പോഴത്തെ കുട്ടികളെ വെറുതെ വാശി പിടിപ്പിക്കാൻ നടക്കാതെടി. പിന്നെ അവന്റെ ഒരു വാശി. ഇനി എന്താവുന്ന അടുത്ത എപ്പിസോഡിൽ അറിയാം.